മോർണിംഗ് സ്റ്റിഫ്നെസ് എന്നത് വളരെ സ്വാഭാവികമായി മാറിയിരിക്കുകയാണ്. ഡിസ്കിന് വേണ്ടത്ര ന്യൂട്രിയൻസ് ലഭിക്കാത്തതുകൊണ്ടും മസിൽ ഇനാക്റ്റീവ് ആയിരിക്കുന്നതുകൊണ്ടും ഈ സ്റ്റിഫ്നെസ് അനുഭവപ്പെടാൻ കാരണമാകുന്നു. ഇതിനൊരു പരിഹാരമായി ബാക്ക് സ്ട്രെച്ചിങ് എക്സസൈസ് പരിശീലിക്കാം. ഇവ കിടക്കയിൽ തന്നെ ഇരുന്നു കൊണ്ടോ നിലത്തിരുന്നു കൊണ്ടോ ചെയ്യാം. കൈമുട്ടുകൾ മടക്കി കൈപ്പത്തി നിങ്ങളുടെ തോളിലേക്ക് വയ്ക്കുക. സാവധാനം നീട്ടിവെച്ച കാലിൻ്റെ മുട്ടിലേക്ക് നിങ്ങളുടെ കൈമുട്ട് താഴ്ത്തുവാൻ ശ്രമിക്കുക. നട്ടെല്ല് വലിയുന്നതായി അനുഭവപ്പെടുന്നു. ഇത് നിങ്ങളുടെ ബാക്ക് സ്ട്രെച്ചിങ്സ് കൂട്ടുവാൻ സഹായിക്കുന്നു. ബാക്ക് പെയിൻ കുറയ്ക്കുവാനും സഹായിക്കുന്നു. രണ്ടാമതായി നിങ്ങളുടെ കൈകൾ രണ്ടും ഇരുവശത്തേക്ക് നീട്ടിവെക്കുക. സാവധാനം നിങ്ങളുടെ വലതുവശത്തേക്കും ഇടതുവശത്തേക്കും തിരിയുക. ഇത് വേസ്റ്റ് മൊബിലിറ്റി മെച്ചപ്പെടുത്തുവാനും കോർ മസിൽസ് ആക്ടിവേറ്റ് ചെയ്യാനും സഹായിക്കുന്നു. മൂന്നാമതായി നെഞ്ചിൻ്റെ മുന്നിൽ കൈവിരലുകൾ കോർത്ത് ഈ കൈത്തണ്ട് മുകളിലേക്ക് ഉയർത്തുക. അതോടൊപ്പം തന്നെ ശരീരത്തെ പറ്റാവുന്നത്രയും വലിച്ചു പിടിക്കുക. ഇത് ഷോൾഡർ, ആംസ്, ബാക്ക് മസിൽസ് എല്ലാം തന്നെ സ്ട്രെച്ച് ചെയ്യാൻ സഹായിക്കുന്നു. ഒരു 5 തവണ മുതൽ 10 തവണ വരെ ഇത് ആവർത്തിക്കുക. ഇത് നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി മെച്ചപ്പെടുത്തുകയും സ്റ്റിഫ്നെസ് കുറയ്ക്കുകയും ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കുകയും നട്ടലിൻ്റെ വേദന കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതൊരു ശീലമാക്കൂ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. താങ്ക് യു.